ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വരവ് ആ തലമുറയിൽ തന്നെ ഉണ്ടെന്നുള്ള അനേകം വാക്യങ്ങൾ നമ്മൾ ഓരോ സുവിശേഷത്തിന്റെയും അതോടൊപ്പം തന്നെ പുതിയ നിയമ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ വായിക്കുകയാണ്, കണ്ടെത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്യു 16 വരെ നമ്മൾ വായിച്ചിരുന്നു. ബാക്കിയുള്ള വാക്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. മാത്യു 16 27 28 വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും എന്നുള്ള വാക്യമുണ്ട്. മാത്യു 25 നമുക്ക് ജാതികളുടെ ന്യായവിധിയായിട്ട് ഇതേ കാര്യം തന്നെ കാണാനായിട്ട് പറ്റും. കൂടാതെ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇതെല്ലാം ആ തലമുറയിലെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വാക്യങ്ങളാണ്. വിശ്വാസത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളിൽ ഒന്നാണ് മാത്യു 17:21 നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. നമുക്ക് ഉൽപ്പത്തി പുസ്തകം വരെ തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസത്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും മോശ ചെങ്കടലിനെ വിഭാഗിക്കുന്നത്, അതോടൊപ്പം തന്നെ ഹോറേബിൽ നിന്ന് വെള്ളം വരുത്തുന്നത്, യോശുവ സൂര്യനെ അനങ്ങാതെ നിർത്തുന്നത്. അപ്പം ഇവർക്കൊക്കെ അല്ലെങ്കിൽ വിശ്വാസത്താൽ ദൈവം ഭൂമിയുടെ മേലൊക്കെ അധികാരം കൊടുക്കുന്നതായിട്ട് കാണാം. നമുക്ക് പുതിയ നിയമത്തിലെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ റെവലേഷനിലേക്ക് വരുമ്പോൾ ആകാശത്ത് നിന്ന് തീയിറക്കാനായിട്ട് 2 സാക്ഷികൾക്ക് വരം കൊടുക്കുന്നു. സകല പ്ലേഗുകൾ കൊണ്ട് അല്ലെങ്കിൽ ബാധകൾ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാൻ 2 സാക്ഷികൾക്ക് അധികാരം കൊടുക്കുന്നു. അപ്പം വിശ്വാസത്താൽ ഈ ഭൂമിയിൽ അനേകം അധികാരങ്ങൾ ദൈവം മനുഷ്യർക്ക് നൽകപ്പെടും എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യമാണ് അവിടെ കർത്താവ് പറയുന്നത്. നമുക്ക് അത്തിമരം ഉണങ്ങിപ്പോയതിന്റെ ഒരു ഉപമ നമുക്കറിയാം. അവിടെ കർത്താവ് പറയുന്നതാണ്, അതായത് വിശ്വാസത്താൽ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ചെയ്താൽ അത് സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. അത് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അവ സംഭവിക്കുമെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. കൂടാതെ ഉപവാസത്തെക്കുറിച്ചും വളരെ വലിയതായ ഒരു സാക്ഷ്യമാണ് അവിടെ പറയുന്നത്. ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുന്നതിൽ കൂടി ശരീരത്തിന് അനേകം നേട്ടങ്ങൾ ഉള്ളതായിട്ട് പല ആർട്ടിക്കിളുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥനയും ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും അതോടൊപ്പം തന്നെ ആത്മീയ ജീവിതത്തിനും ഏറ്റവും ഉതകുന്ന അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള 2 ഘടകങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. പിന്നീട് താഴേക്ക് വായിക്കുമ്പോൾ, കർത്താവിന്റെ വിശ്വാസത്തിൽ നിന്ന്, അതായത് യേശുപ്പച്ചനിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ ഒരാൾ തെറ്റിക്കരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വാക്യങ്ങളിൽ ഒന്നാണ് ഈ കിടക്കുന്നത്. കാരണം നമുക്കറിയാം കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒന്നിനും പിൻവലിക്കാനാവത്തില്ല. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നും പറ്റില്ല എന്ന് നമുക്ക് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ശ്രമിച്ചാൽ അത് അത്രമാത്രം സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലൊരു ജഡ്ജ്മെന്റ് സമയത്ത് ഇതൊരു വലിയ പാപമായിട്ട് കണക്കിടുമെന്നാണ് നമുക്ക് കർത്താവ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുക, മശിഹായിൽ വിശ്വസിക്കുക എന്നുള്ളത് അതിൽ മറ്റൊരാളുടെ വിശ്വാസത്തിൽ മറ്റൊരാളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വാക്യങ്ങളിൽ ഒന്നാണിത്. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ അവൻ അവിടെ നിന്ന് ശിശുക്കളുടെ മേൽ കൈവച്ച് പിന്നെ അവിടെ നിന്ന് യാത്രയായി എന്നുള്ള വാക്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മാത്യു 19 വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ മഹത്വത്തിൽ വരുമ്പോൾ, അതായത് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഈ 12 ശിഷ്യന്മാർക്കും 12 ഗോത്രങ്ങളെ വിധിക്കാൻ അധികാരം കൊടുക്കുമെന്നും അതോടൊപ്പം തന്നെ കർത്താവിനെ പ്രതി ലോകത്തെ വിട്ടവർക്ക് എല്ലാവർക്കും, ലോകത്തെയോ ഇല്ലെങ്കിൽ അന്നത്തെ അവരുടെ നേട്ടങ്ങളെയോ ഒക്കെ കളഞ്ഞവർക്ക് എല്ലാം 100 മടങ്ങായിട്ട് ലഭിക്കും എന്നും അവർ നിത്യജീവനെ അവകാശമാക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എങ്കിലും മുൻപന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ മുൻപന്മാരുമാകുമെന്ന് കർത്താവ് അവിടെ പറയുന്നത് നമുക്ക് കാണാം. ഇതൊക്കെയും ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് ആ തലമുറയിൽ തന്നെ സംഭവിക്കും എന്നുള്ളതിനെ അനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നമുക്കൊരു വാക്യം കാണാനായിട്ട് പറ്റുന്നത്, ആദ്യമേ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്തുന്നവരും പിന്നീട് എത്തുന്നവർക്കും ഒക്കെ ദൈവത്തിന്റെ ന്യായത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് കൂലി കൊടുക്കുന്നു. എന്നാൽ ആർക്കും പറഞ്ഞതിനേക്കാൾ കൂലി കുറച്ച് കൊടുക്കുന്നുമില്ല. അപ്പം ദൈവത്തിന്റെ ഇഷ്ടമാണ് ആരെ എങ്ങനെ അവർക്കുള്ള പ്രതിഫലം കൊടുക്കണമെന്നും അവർക്കുള്ള കിരീടം കൊടുക്കണമെന്നും. അപ്പം മുൻപന്മാർ പിൻപന്മാരാകും, പിൻപന്മാർ മുൻപന്മാരാകും എന്ന് പറഞ്ഞതിന് അനേകം അർത്ഥങ്ങൾ കൂടി കർത്താവ് അല്ലെങ്കിൽ ഉപമകൾ കൂടി കർത്താവ് മാത്യുവിന്റെ സുവിശേഷത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെക്കുറിച്ചുള്ള ഒരു വാക്യങ്ങൾ കൂടി പറയുവാണ്, എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും എന്ന് കർത്താവ് അവിടെ പറയുന്നു. പിന്നീട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, സെബെദെപുത്രന്മാരുടെ അമ്മ വന്നിട്ട് യാക്കോബിനെയും യോഹന്നാനെയും
കർത്താവിന്റെ മഹത്വത്തിൽ ഇടത്തും വലത്തും നിർത്തണം എന്ന് പറയുന്നതാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് അത് പിതാവിന്റെ മാത്രം അധികാരത്തിലുള്ള ഒരു കാര്യമാണെന്ന്. ഞാൻ ഇതിനെ ബന്ധപ്പെടുത്തി മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു. രണ്ട് സാക്ഷികൾ രണ്ട് മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അത് സബദിപുത്രന്മാരാകാൻ സാധ്യതയുണ്ട്. കാരണം അഹരോനെയും മോശയും പോലെ രണ്ട് സഹോദരന്മാരായിരുന്നു. കൂടാതെ കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിലെല്ലാം യാക്കോബും യോഹന്നാനും കർത്താവിനെ അനുഗമിച്ചിരുന്നു. മറുരൂപ പെരുന്നാൾ സമയത്തും കർത്താവിനെ അവരാണ് കൂടെ പോയിരുന്നത്. അങ്ങനെ കൂടാതെ ഈ അധികാരം ഇടതും വലതും നിൽക്കാനുള്ള അധികാരം കൊടുക്കണമെന്നും പറയുന്നുണ്ട്. നമുക്ക് വെളിപാട് 11 വായിക്കുമ്പോൾ അവർ ഭൂമിയിലെ കർത്താവിന്റെ സന്ധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷക്തന്മാർ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് രണ്ട് സാക്ഷികൾ യാക്കോബും യോഹന്നാനും ആയിരിക്കാം എന്ന് പറഞ്ഞത്. എങ്കിലും ചിലർ അതിനെ രണ്ട് സഭകളായിട്ടും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യം എനിക്കറിയില്ല. രണ്ട് ഒപ്പീനിയൻസും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒന്നുകൂടെ രണ്ട് വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അത് യാക്കോബും യോഹന്നാനും ആണെന്നുള്ളതാണ് പുതിയ നിയമത്തിലെ മറ്റു ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. കൂടാതെ ആകാശത്തിൽ നിന്ന് തീ ഇറക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വാക്യങ്ങൾ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. വെളിപ്പാട് 11-ലും കാണാനായിട്ട് പറ്റും. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. കൂടാതെ വിശ്വാസത്തെക്കുറിച്ചുള്ള മറ്റു വാക്യങ്ങൾ നമുക്ക് മാത്യു 21-ലൊക്കെ കാണാനായിട്ട് പറ്റും. ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് കണ്ടാല് അല്ലെങ്കിൽ കർത്താവിന്റെ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് പാപികളെ വിളിക്കുവാനാണ് വന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ അവരാണ് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുന്നത്. അത്രയും കാലം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പള്ളിയോടും ഇല്ലെങ്കിൽ അന്നത്തെ യഹൂദ ദേവാലയത്തോടും ചേർന്ന് നിന്നിരുന്ന മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മനസ്സിലാവാതെ പോയ അല്ലെങ്കിൽ ദൈവപുത്രന്റെ മഹത്വം അന്നത്തെ വേശ്യമാർക്കും ചുങ്കക്കാർക്കും മനസ്സിലായി. അപ്പൊ അവിടെ കർത്താവ് പറയുകയാണ്, ഇവർക്ക് മുമ്പായി, അതായത് ആർക്കാണോ സ്വർഗരാജ്യം നിയമിക്കപ്പെട്ടിരുന്നത് അവർക്ക് മുൻപായി ഈ പാപികളാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. കൂടാതെ വേറെ ഒരു ഉപമ കൂടി കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതായത് ഒരു യജമാനൻ തന്റെ മകനെ വിട്ട് അവിടെ കൃഷി സ്ഥലത്തേക്ക് വിടുന്നു. എന്നാൽ മകനെ അവർ കൊന്നുകളഞ്ഞു. പിന്നീട് യജമാനൻ വന്ന് ആ കുടിയാന്മാരെ അവിടുന്ന് പുറത്താക്കി. അതിനുശേഷം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ, അതായത് ഇസ്രായേലിന്റെ അവകാശമായിരുന്ന സ്വർഗരാജ്യം ജാതികളിലേക്ക് എത്തില്ല, ജാതികൾക്ക് അവകാശമായി കിട്ടിയത്, ഇല്ലെങ്കിൽ നമുക്കും അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാനുള്ള അവകാശം കിട്ടിയത് ഇതേപോലെ തന്നെയാണ് എന്നാണ് കർത്താവ് ആ ഉപമയിൽ കൂടി പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കായ്ക്കുന്ന ജാതികൾക്ക് കൊടുക്കും. നമുക്ക് പൗലോസ്ലീഹയുടെയൊക്കെ ലേഖനം വായിച്ചാൽ അറിയാം. യഥാർത്ഥ ഒലിവായിരുന്ന ഇസ്രായേലിന്റെ ശാഖകളിൽ ചിലത്, വിശ്വസിക്കാത്ത ശാഖകളിൽ ചിലത് ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായ ജാതികളായ നമ്മളെ അതിനോട് ഒത്തു ചേർത്ത് വെച്ച് ഒരേ വേരിന് അവകാശികളായി തീർത്തു എന്നുള്ള ഒരു മനോഹരമായ വാക്യം റോമൻസ് 11-ലാണെന്ന് തോന്നുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അത് അതേ കാര്യം തന്നെയാണ് ഇവിടെ കർത്താവ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന്, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ഇസ്രായേലിന്റെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കും എന്നുള്ളത്. കൊളോസ്യൻസ് 1:23 വായിച്ചാൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ആകാശത്തിന് കീഴെയുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പം സകല ജാതികളുടെയും ഇടയിൽ ആ തലമുറയിൽ തന്നെ, അല്ലെങ്കിൽ AD 70-ന് മുമ്പായി തന്നെ സുവിശേഷം അറിയിക്കപ്പെട്ടു എന്നുള്ളത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെയും സ്വർഗരാജ്യത്തെക്കുറിച്ച് അനേകം ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. അതിലൊന്നാണ് കർത്താവ് വിളിച്ചവരെ സദ്യക്ക് വന്നില്ല. പിന്നെ അതിനുശേഷം കർത്താവ് പോയി ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടു വന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. എന്നാൽ ആ കല്യാണശാലയിൽ കല്യാണത്തിൻ്റെതായ വസ്ത്രം ധരിക്കാതെ വന്നവരെ പുറത്താക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. ജാതികളിലേക്ക് രക്ഷ, അതായത് ഇസ്രായേൽ ദൈവത്തെ തിരസ്കരിച്ചപ്പോൾ ഇസ്രായേലിന്റെ ശാഖകളിൽ ചിലത് ഒടിച്ചിട്ട് ജാതികളുടെ ശാഖകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ജാതികളിലേക്ക് രക്ഷ വന്നു എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാവേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ നമുക്ക് ഒരു വാക്യം കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്നുള്ള ഒരു വാക്യം കൂടി അവിടെയുണ്ട്. പുനരുത്ഥാനത്തിൽ മനുഷ്യർ, അല്ലെങ്കിൽ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും എന്നുള്ളതാണ് കർത്താവ് അവിടെ പറയുന്നത്. കൂടാതെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട് കൂടി സ്നേഹിക്കണമെന്നും അതോടൊപ്പം തന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ നീ സ്നേഹിക്കണമെന്നുള്ള ഈ രണ്ട്
കൽപ്പനകളിൽ എല്ലാ ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതും കർത്താവ് അവിടെ പറയുന്നുണ്ട്. മാത്യു 22 അന്നത്തെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച്, അല്ലെങ്കിൽ അവരെ ഉത്തരം മുട്ടിച്ച ഒരു അടിപൊളി ചോദ്യം കർത്താവിൽ കൂടി അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ആരെന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അതായത് നമുക്ക് സങ്കീർത്തനം 110 വായിച്ചാല് യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറയുന്നതായിട്ടൊരു വാക്യം കാണാം. അവിടെ ദാവീദ് പുത്രനായിട്ട് വരുന്നത് സാക്ഷാൽ ദൈവപുത്രൻ തന്നെയാണ് എന്ന് ദാവീദിന് അറിയാവുന്നത് കൊണ്ടാണ് ദാവീദ് പുത്രനായ മശിഹായെ കർത്താവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് 110 സങ്കീർത്തനത്തിൽ. അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള വാക്യങ്ങളാണ് നമുക്ക് മാത്യു 22 കാണാനായിട്ട് പറ്റുക. ദൈവമാണ് നമ്മുടെ പിതാവ്, നമ്മുടെ നായകൻ എന്ന് പറയുന്നത് മശിഹായാണ്, ഗുരുവും ദൈവം തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള വാക്യങ്ങളാണ് മാത്യുവിന്റെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പിന്നീട് നമ്മൾ താഴേക്ക് വരുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? കൂടാതെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്ന, അല്ലെങ്കിൽ പ്രവാചകന്മാരെ എല്ലാവരെയും കൊന്നതിന്റെ പാപം ആ ഒരു തലമുറയിൽ വരുന്നു എന്നുള്ളതും കർത്താവ് അവിടെ പറയുന്നുണ്ട്. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിൽ നിന്നും യാഗപീഠത്തിൽ നിന്നും നടുവിൽ വെച്ച് കൊന്നവനായി സെക്കരിയാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറയിൽ വരും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയും രാജ്യം സ്ഥാപിക്കുന്നതും ഒക്കെ ആ തലമുറയിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. കൂടാതെ യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെയും കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക കർത്താവിന്റെ ആ ഒരു പ്രത്യക്ഷത ആ ഒരു ജനറേഷനോട് കൂടി തലമുറയിലായിരുന്നു എന്നുള്ളതിന്റെ വാക്യങ്ങളാണ്. മാത്യു 24 വരുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമുക്കറിയാം റെവലേഷൻ 20 വായിച്ചാൽ കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അതുവരെ അന്ധകാരത്തിൽ പൂട്ടിയിട്ടിരുന്ന, അല്ലെങ്കിൽ ആഴങ്ങളിൽ പൂട്ടിയിട്ടിരുന്ന സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നുണ്ടെന്നുള്ളത് ആ ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞിരുന്നു ആ തലമുറയിൽ തന്നെ വരുമെന്ന്. 1000 ആണ്ട് ദൈവം ഭരിച്ചു, അതിനുശേഷം സാത്താനെ അഴിച്ചുവിട്ടു. സാത്താൻ ഇന്നത്തെ കലണ്ടറും വർഷങ്ങളുടെ കണക്കും ഒക്കെ തെറ്റിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഒരു എൻപാർട്ട്, അല്ലെങ്കിൽ പിന്നെയും ഇസ്രായേൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഈ ഒരു ലിറ്റിൽ സീസന്റെ അവസാന ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇസ്രായേൽ ഇന്നും ഒരു ക്ലോക്ക് ആണ്, പക്ഷെ അത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കർത്താവിന്റെ വരവ് ആ തലമുറയിലാണെന്നുള്ളതിന് നമുക്ക് അനേകം വാക്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇത് ലിറ്റിൽ സീസൺ, അതായത് അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടേണ്ടതാകുന്നു എന്ന് വെളിപ്പാട് 20:7 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ എൻ പാർട്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ഫൈനൽ ഗോഗ് മാഗോഗ്, അതായത് യെഹെസ്കേൽ 38, അതോടൊപ്പം തന്നെ വെളിപ്പാട് 20-ന്റെ 8, 9, 10 ഒക്കെ വാക്യങ്ങൾ പറയുന്ന ആ ഒരു യുദ്ധവും, അതിനുശേഷം ഫൈനൽ ജഡ്ജ്മെന്റ്, ദ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസനത്തിന് മുമ്പിൽ എല്ലാ മരിച്ചവരും ആബാലവൃത്തം പോയി നിൽക്കുന്ന ആ ഒരു ന്യായവിധിയെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആ തലമുറയിൽ തന്നെ സംഭവിക്കണമെന്ന് കർത്താവ് മാത്യു 24-ൽ, മാത്യു 16:28-ൽ, മാത്യു 26-ന്റെ 64-ലൊക്കെ പറയുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അന്നത്തെ പ്രത്യക്ഷതയിൽ ഒരുങ്ങിയിരിക്കാൻ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈ ലിറ്റിൽ സീസന്റെ അവസാനത്തിൽ നമുക്കിത് ബാധകമാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വിശ്വാസം, അതോടൊപ്പം തന്നെ നമ്മൾ കർത്താവിൽ ഒരുങ്ങിയിരിക്കുക, കർത്താവിന്റെ വിശ്വാസത്തിൽ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. താലന്തുകളുടെ ഉപമയിലും കർത്താവ് പറയുന്നത് ഏറ്റവും നന്നായിട്ട് നമുക്ക് കിട്ടിയ താലന്തുകൾ ഉപയോഗിക്കുന്നവരെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ടും, കിട്ടിയ താലന്തുകൾ ഉപയോഗിക്കാത്തവരുടെ കയ്യിൽ നിന്നുള്ള താലന്തുകൾ കൂടി എടുത്തു മാറ്റുന്നതായിട്ടുമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. കൂടാതെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യത്തിലും നമ്മളുടെ കയ്യിൽ, അല്ലെങ്കിൽ നമുക്ക് വചനം പറയാനായിട്ട് അവസരം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് പറയുകയും കർത്താവിന്റെ രക്ഷയെ കുറിച്ച് പ്രഘോഷിക്കുകയും ചെയ്യണം. ആ സകല ജാതികളിലും, ഇന്നും ഉള്ള സകല ജാതികളിലും നമ്മൾ ദൈവവചനം എത്തിക്കണം. അതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ, കാര്യങ്ങളൊക്കെ, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ.
മാത്യു 16:27 കണ്ട ആ ഒരു ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ മാത്യു 25 നമുക്ക് കാണാനായിട്ട് പറ്റുക. സകല ജാതികളെയും കൂട്ടി വരുത്തും, അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ വലതുഭാഗത്തുള്ളവർക്ക് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭം മുതൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യുന്നവർക്ക് നരകത്തിലേക്കുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമരുളും. അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്ങളിലേക്കും പോകും. മാത്യു 26 വരുമ്പോൾ അനേകർക്ക് വേണ്ടി ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എൻ്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് കർത്താവ് ആ തലമുറയിൽ വരും എന്നുള്ളത് കൊണ്ടാണ് കർത്താവിന്റെ ആ ഒരു വാക്യം പറയുന്നത്. അതായത് കർത്താവ് ഇനി രാജ്യത്തിൽ വരുമ്പോഴേ കർത്താവ് മുന്തിരിയുടെ ഫലം അനുഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അടുത്ത വാക്യം നോക്കിയാലും കർത്താവിനെ ഉപദ്രവിച്ചവർ അല്ലെങ്കിൽ കർത്താവിനെ കുരിശിക്കാൻ ഏൽപ്പിച്ചവർക്ക് കർത്താവിന്റെ ഒരു ജഡ്ജ്മെന്റ് വരുന്നതിനെ കുറിച്ചാണ് യേശു അവരോട് ഞാനാകുന്നു എന്ന് വെച്ചാൽ നീ മശിഹായ ദൈവപുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് മഹാപുരോഹിതനോടാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു തലമുറയിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. സെക്കറിയാവിൽ വായിച്ചാലും അവർ കുത്തിവെങ്കിലേക്ക് അവർ നോക്കുമെന്നുള്ള പറയുന്നതിന് ഇങ്ങനെ ഒരു വാക്യം കൂടി നമുക്കവിടെ ഇതും കൂടിയാണ് അവിടെ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൂടാതെ കർത്താവ് കുരിശിൽ മരിച്ച സമയത്ത് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി എന്ന് പറയുന്നുണ്ട്. നമുക്ക് വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ നഗരം എന്ന് പറയുന്നത് പുതിയ യെരൂശലേമാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കർത്താവിന്റെ മരണസമയത്ത് കുരിശുമരണ സമയത്ത് ഉയർത്തെഴുന്നേറ്റവർ സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ചാവാം അവിടെ പറയുന്നത്. അതായത് കർത്താവ് സ്വർഗത്തിലേക്ക് പിതാവിനെ കാണാൻ പോയപ്പോൾ ആ ആത്മാക്കളെയും കൊണ്ടുപോയി എന്നുള്ളതാവാം. മറ്റു ചില അഭിപ്രായം അനുസരിച്ച് അത് യെരൂശലേം ഭൂമിയിലെ യെരൂശലേമിനെ കുറിച്ച് തന്നെയാണെന്നും പറയുന്നവരുണ്ട്. ഉത്ഥാനശേഷം യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് മാത്യു 28 കർത്താവിന്റെ ഒരു സുവിശേഷം അവിടെ നിർത്തുന്നത്. തീർച്ചയായിട്ടും കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ സ്വർഗരാജ്യം ആ തലമുറയിൽ തന്നെ ഉണ്ടായി എന്നുള്ളതിന് നമുക്ക് സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലും പൗലോസിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും അതോടൊപ്പം തന്നെ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനുശേഷം 1000 ആണ്ട് രാജ്യം സ്ഥാപിച്ചു, 1000 ആണ്ട് ദൈവം ഭൂമിയെ ഭരിച്ചു, അന്ന് വിശുദ്ധന്മാർ ഭൂമിയിൽ വിധിക്കുവാൻ അധികാരം കൊടുത്തു എന്ന് നമുക്കറിയാം. ആ 1000 വർഷം സാത്താനെ ചെങ്ങലക്കിട്ടേക്കുകയായിരുന്നു. അഗാധത്തിൽ ഒരു ബോട്ടംലെസ് പിറ്റില് ഒരു വലിയ ദൂതൻ വന്നിട്ടാണ് സാത്താനെ ചെങ്ങലക്കിട്ടത്. 1000 ആണ്ട് കഴിഞ്ഞിട്ട് സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിന്റെ എൻ പാർട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇനി ഫൈനൽ ഗോഗ് യുദ്ധവും അതിനുശേഷമുള്ള വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റുമാണ്. പിന്നീടാണ് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം ഒക്കെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം സുവിശേഷത്തിൽ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്രയേറെ വാക്യം കർത്താവിന്റെ വരവ് ഉടനെ തന്നെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവത്തിന് നന്ദി.